Patriot. I am disappointed. I am a bit sad. ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാലോ, ഈ ഒരു വീക്കെൻഡ് എനിക്ക് വളരെ നിരാശ തന്ന ഒരു വീക്കെൻഡായി മാറിയിരിക്കുകയാണ്. അതാദ്യം ധനുഷിൻ്റെ കറ അല്ലെങ്കിൽ കര വെച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പേട്രിയറ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്നെ ഈ സിനിമ നിരാശപ്പെടുത്തി. പക്ഷേ അത് പറയുമ്പോൾ ഇതൊരു വൺ ബോറ് ഒരിക്കൽ വെറുപ്പിക്കൽ ശ്വാകപടം എന്നല്ല ഞാൻ പറയുന്നത്. കുഴപ്പമില്ല, വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് മാത്രമാണ് എനിക്ക് പേട്രിയറ്റ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പറയുന്നതിന് മുന്നേ കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ എളുപ്പം തന്നെ പറഞ്ഞു പോകാം. പെർഫോമൻസസ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം മൂവീസ് എവർ മെയ്ഡ് എന്ന് ഞാൻ സുഖമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ മ്യൂസിക്, മാൻ സുഷിൻ ശ്യാം, ഐ മിസ്ഡ് യു സോ മച്ച്. ലൈക്ക് ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയി തോന്നി. ആസ് യൂഷ്വൽ ഹി വാസ് ആബ്സല്യൂട്ട്ലി ഫിനോമിനൽ. അതിഗംഭീര മ്യൂസിക്കൽ വർക്ക്. അതുപോലെ ഈ പടത്തിൽ കുറേ കിഡിലൻ സീൻസും മൊമെൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പടത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സീൻസും മൊമെൻസിൻ്റെ ഇടയിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ, അഥവാ ഇതിനെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന സീൻസ്, ആ സീൻസ് എന്നെ പേഴ്സണലി ഒട്ടും എൻഗേജ് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് പറയുമ്പോൾ ബോറടിച്ച് ചത്തു എന്നല്ല ഞാൻ പറയുന്നത്, വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. അഥവാ പ്രത്യേകിച്ചൊരു ഫീലിങ്ങോ ഇമ്പാക്റ്റോ ക്രിയേറ്റും ചെയ്തില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ബോറടിച്ചതുമില്ല. അങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് പടം മെജോറിറ്റിയും തന്നത്. അതിൻ്റെ അപ്പുറത്ത് 3 മണിക്കൂർ ഡ്യൂറേഷൻ കൂടി ആയപ്പോൾ അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് അഴിച്ചിലുണ്ടായിരുന്നു. എഗൈൻ ലാഗടിച്ച് ചത്തു എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ അഴിച്ചിൽ അവിടെ ഇവിടേക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഇവർ എക്സ്പോസിഷൻ ഡംപ് നടത്തുന്നുണ്ട്. അഥവാ കുറച്ച് ക്യാരക്ടേഴ്സ് വന്ന് കുറേ ഇൻഫർമേഷൻ ഡംപ് ചെയ്യും, കുറച്ച് ക്യാരക്ടേഴ്സ് വന്ന് വേറെ കുറേ ഇൻഫർമേഷൻ ഡംപ് ചെയ്യും. അതൊരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് എക്സോസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത് കുറച്ച് മാനേജ് ചെയ്യാമായിരുന്നു. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുമല്ലോ, ഇപ്പം പറഞ്ഞ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്ത ഫസ്റ്റ് ഹാഫാണ് കേട്ടോ. അഥവാ ഫസ്റ്റ് ഹാഫ് ബേസിക്കലി ഇറ്റ്സ് സെറ്റപ്പ് ആൻഡ് അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നൈസായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഥവാ ഫസ്റ്റ് ഹാഫ് തീർന്നപ്പോൾ സെക്കൻഡ് ഹാഫിനോട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അഥവാ എന്തെങ്കിലും ഉണ്ടാവും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ. പക്ഷേ സത്യം പറയാലോ, സെക്കൻഡ് ഹാഫ് വാസ് ഡിസപ്പോയിൻറ്റിങ് ടു ബി ഓണസ്റ്റ്. ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും സെക്കൻഡ് ഹാഫ് ക്രിയേറ്റ് ചെയ്തില്ല. അഗൈൻ കുറച്ച് മൊമെൻറ്റ്സും സീൻസും ഉണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ ആസ് എ ഹോൾ സെക്കൻഡ് ഹാഫ് അഥവാ ഒരു പേ ഓഫ് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും എന്നിൽ പേഴ്സണലി ക്രിയേറ്റ് ചെയ്തില്ല. ഇപ്പോൾ കുറേ പേര് വന്ന് പറയാൻ ചാൻസ് ഉണ്ട്, ഇതൊരു മാസ് പടമല്ല, ഒരു ക്ലാസ് പടമാണ്, നിങ്ങൾ ഒരു ക്ലാസ് പടം പ്രതീക്ഷിച്ചാണെങ്കിൽ ഇത് ഒരു ഗംഭീര സിനിമ. ശരി, സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ക്ലാസ് പടമാണെങ്കിലും ഒരു മാസ് പടമാണെങ്കിലും അത് എൻഗേജിങ് ആയിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം. ആൻഡ് ഈ സിനിമയിൽ അതെനിക്ക് അങ്ങനെ പേഴ്സണലി അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്തില്ല. ഞാൻ മഹേഷ് നാരായണൻ്റെ സിനിമകൾ കണ്ട ഒരാൾ തന്നെയാണ്. അതിപ്പോൾ ടേക്ക് ഓഫ് ആയിക്കോട്ടെ, സി യു സൂൺ ആയിക്കോട്ടെ, മാലിക് ആയിക്കോട്ടെ. മാലിക്കൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മലയാളം മൂവീസ് എവർ മെയ്ഡ് എന്ന് ഞാൻ പറയാൻ തയ്യാറാണ്. ആൻഡ് ഐ തിങ്ക് ഹീസ് എ മാസ്റ്റർ when it comes to developing story sequences and characters. അഥവാ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കഥ ആയിക്കോട്ടെ, അത് സെറ്റപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് പേ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ മഹേഷ് നാരായണൻ ഒരു മാസ്റ്റർ മൈൻഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഫോർ സം റീസൺ ഇറ്റ് ജസ്റ്റ് ഡിഡ് നോട്ട് വർക്ക് ദാറ്റ് വെൽ. സെറ്റപ്പ് വാസ് നൈസ്, ബിൽഡപ്പ് വാസ് ഓക്കെ, ബട്ട് പേ ഓഫ് ഡിഡ് നോട്ട് മേക്ക് ആൻ ഇമ്പാക്റ്റ് അറ്റ് ഓൾ ഫോർ മീ പേഴ്സണലി. ആൻഡ് ഇതൊക്കെ പറയുമ്പോൾ പോലും കുറേ അധികം ഫ്ലോസ് ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ പോലും ഐ എം സ്റ്റിൽ എ ബിറ്റ് ഹാപ്പി. അഥവാ ഈ 2 ലെജൻസ് ഉണ്ടല്ലോ, മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ, ഇവർ രണ്ടുപേരിനെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ്, ദാറ്റ് ഈസ് സംതിങ് എൽസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ മുകളിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, ദർശന രാജേന്ദ്രൻ, അങ്ങനത്തെ ഒരു വമ്പൻ താരനിരയും കൂടി വന്നപ്പോൾ അത് മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ഇറ്റ്സ് സംതിങ് എൽസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടി വരും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ക്ലാസി എസ്പിയനാജ് ആക്ഷൻ ത്രില്ലർ പടം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ, ഇത്രയും വലിയൊരു സ്കെയിലിൽ, ഇത്രയും ഒരു സ്റ്റാർട്ടഡ് കാസ്റ്റിനോടൊപ്പം വരണമെങ്കിൽ അത് മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. വേറൊരു ഇൻഡസ്ട്രിയിലും ഇത് നടക്കില്ല. ശരി തന്നെ, നമുക്ക് അവസാനം കിട്ടിയ പ്രൊഡക്റ്റ് പ്രതീക്ഷ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, പ്രൗഡുമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ ദ മൂവി കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. ആൻഡ് അഗൈൻ ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി, ഒരിക്കലുമല്ല. പെർഫോമൻസസ് ടെക്നിക്കലി ആൻഡ് മ്യൂസിക്കലി ഏറ്റവും ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയത്. ആൻഡ് കുറേ കിടിലൻ മൊമെൻറ്റ്സും സീൻസും ഉണ്ട്. ബട്ട് മൊത്തത്തിൽ ആസ് എ ഹോൾ കുഴപ്പമില്ല, വെറുതെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് ഈ ഒരു പടം താഴ്ന്നുപോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഡെഫിനറ്റ്ലി മഹേഷ് നാരായണൻ്റെ സ്റ്റാൻഡേർഡ്സിൽ എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഡെഫിനറ്റ്ലി മഹേഷ് നാരായണൻ്റെ ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് പേട്രിയറ്റ് തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്.
ആൻഡ് ഓൾസോ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളൊരു മാസ് പടം പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ സുഖമായിട്ട് തിയേറ്ററിൽ ഉറങ്ങാം. സോ ഗോ ഇൻ വിത്ത് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. അതുപോലെ തന്നെ ലാലേട്ടാ, നിങ്ങളന്ന് വിഷുദിനത്തിൽ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, PTT റിലീസാകുമ്പോൾ അല്ലേ എന്താണ് പ്രതീക്ഷ? അപ്പോൾ നിങ്ങളന്ന് പറഞ്ഞു, മനെ ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ എന്തായാലും അതിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാണെങ്കിലും നന്ദിയുണ്ട്.